നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒഫീഷ്യലി ഇങ്ങനെയുള്ളൊരു വാർത്ത വരുന്നത്. ഒഫീഷ്യലി എന്ന് പറഞ്ഞാൽ ക്ലിയർ പിക്ചറായിട്ടൊരു വാർത്ത വരുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. +1 റെഗുലറായിട്ട് 2026 റിസൾട്ട് വന്നപ്പോൾ ഇപ്പം +2 ഇരിക്കുന്ന കുട്ടികൾ +1 ഇമ്പ്രൂവ്മെന്റ് എഴുതുന്നുണ്ടല്ലോ. ഫെയിൽ ആയിട്ടുള്ള 1,70,000 കുട്ടികളോളം ഉണ്ട്. അവർക്ക് 3 വിഷയങ്ങൾ വരെ മാക്സിമം എഴുതാം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കാണുന്ന കഴിഞ്ഞ വട്ടം എഴുതി ഫെയിലായ കുട്ടികൾക്കും ഒക്ടോബറിൽ എഴുതാൻ പറ്റുമോ എന്നുള്ള സംശയത്തിൽ ഇരിക്കുന്നു. രണ്ടിനുള്ള ഉത്തരവാണ് ക്ലിയർ പിക്ചറായിട്ട് പ്രധാനപ്പെട്ട ഒഫീഷ്യൽസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇതാണ്. അതായത് +1 ഇപ്പം തോറ്റ കുട്ടികൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും 3 വിഷയം വരെ. ഒക്ടോബർ പകുതിക്ക് ശേഷം എന്തായാലും പരീക്ഷ കാണുമെന്നുള്ളത് ഇതുവരെയുള്ള രീതിയിൽ മാറ്റം ഒന്നുമില്ല. രണ്ടാമത് കുട്ടികൾക്ക്, അതായത് എഴുതി ഫെയിലായ കുട്ടികൾക്ക് +1 ഉറപ്പായിട്ടും എഴുതാം. അത് വലിയൊരു സന്തോഷ വാർത്തയാണ്. ഒക്ടോബറിൽ എഴുതാം. അതായത് നിങ്ങൾ +1ഉം +2 ഒരുമിച്ച് ഫീസ് കൊടുക്കണം, ഒരുമിച്ച് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് 3 വിഷയങ്ങൾ, മാക്സിമം 3 വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതി മാക്സിമം മാർക്ക് മേടിച്ചാൽ സെക്കൻഡ് ഇയർ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് വലിയൊരു ചാൻസ് ആണ്. അന്നേരം 2 കൂട്ടർക്കും, +1 തോറ്റ കുട്ടികൾക്കും എഴുതിയ കുട്ടികൾക്കും ഭയങ്കര സന്തോഷ വാർത്തയാണ്. മാക്സിമം ഷെയർ ചെയ്തേക്കുക. കാരണം പല കുട്ടികളും ഈ ആപ്ലിക്കേഷനും ഡേറ്റും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള വാർത്തകൾ അറിയുന്നത് തന്നെ. അത് വലിയൊരു ഫോൾട്ടാണ് മക്കളെ. അന്നേരം നിങ്ങൾ എഴുതിയ കുട്ടികൾ, പ്രത്യേകിച്ചും ഇമ്പ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികളൊന്നും ഉഴപ്പാതിരിക്കുക. ഓണപരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ പഠിക്കുക. കുട്ടികൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ബാച്ചസിൽ എല്ലാ ക്ലാസ്സും ഉണ്ട്. ഫുള്ള് ക്ലാസ്, സിമ്പിൾ നോട്ട്സ്, റിവിഷന് എല്ലാം ഉണ്ട്. ചേരേണ്ടവർക്ക് നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സാപ്പ് നമ്പർ ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഡബിൾ പാസ് മാർക്ക് മിനിമം കിട്ടുമെന്നുള്ള ഉറപ്പിക്കാം. ഇനി നല്ല മാർക്ക് കിട്ടണമെങ്കിൽ +1 ഇമ്പ്രൂവ്മെന്റ് തോറ്റുപോയി, സാറേ ഞങ്ങൾക്ക് ഒരു 80%, 90% മാർക്ക് കിട്ടണം എന്നുള്ളവർക്കും ധൈര്യമായിട്ട് ചേരാം. വളരെ കുറഞ്ഞ ഫീസിൽ നല്ല സൂപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് പറയാം. നല്ല ക്ലാസ്സുകൾ കിട്ടി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അന്നേരം ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രം മതി. ടൈം ടേബിൾ ഒഫീഷ്യലായിട്ട് വരും. അതോടെ കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എല്ലാവരും ജയിക്കട്ടെ. മാക്സിമം നന്നായിട്ട് എല്ലാവരും ജയിച്ചു കയറി. ഇനി തോക്കരുത് എന്നുള്ളൊരു നിർബന്ധം പറയുന്നതിന് കാരണം 2027 സിലബസിലൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ജോയിൻ ചെയ്യേണ്ടവർക്കെല്ലാം ജോയിൻ ചെയ്യാം, താമസിക്കേണ്ട. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.